ഞങ്ങൾ അങ്ങനെ ഇടുക്കി ജില്ല വിട്ടു. ഞങ്ങൾ എറണാകുളം ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ജില്ല ഇത് വേറെ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ തന്നെ പോവാന്നാ പറഞ്ഞത്. അന്നേരം ഞാൻ തടഞ്ഞു നിർത്തതല്ലേ, നമുക്ക് പിന്നെ പോവാന്ന് പറഞ്ഞത് അല്ലേ? ഒരിടത്ത് കൊണ്ടുപോകത്തോണ്ടല്ലേ പോകാൻ ചേട്ടന് പിൻ നമ്പർ അടിച്ചു വരണമെങ്കിൽ 2 മണിക്കൂർ പിടിക്കും. ആ നേരം അങ്ങോട്ട് ഞാൻ നോക്കിയിരുന്ന് കണ്ടുപിടിക്കും. ശരിക്കും മാറ്റോ? സീരിയസ്ലി കാര്യമായിട്ടെന്ന് ചോദിച്ചാൽ സത്യം പറയും. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളില്ലേ കരഞ്ഞ് നിലവിളിച്ച് വാശി പിടിച്ച ചേട്ടനെ കൊണ്ട് വന്നാട്ടോ. ഞാൻ ഉള്ളതുപോലെ സത്യം പറഞ്ഞിട്ട് അല്ലാട്ടോ, ചുമ്മാ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ നമുക്ക് ഉച്ച എങ്ങോട്ടേക്കും പാന്ന് പറഞ്ഞു പറഞ്ഞു ഞാനുണ്ടോ ഒരു ചേട്ടൻ കയറി നാടണ നമുക്ക് നാടിയായിരുന്നു ചേട്ടാ. ചുമ്മാ മൂവാറ്റടിക്ക് പോവാന്നൊന്നും പറഞ്ഞല്ലേ. എന്നോട് ആരിസോട് തന്നെ പോക്കോളാനാ പറഞ്ഞ. ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇത് വേറെ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ തന്നെ പോവാന്നാ പറഞ്ഞത്. അന്നേരം ഞാൻ തടഞ്ഞു നിർത്തതല്ലേ, നമുക്ക് പിന്നെ പോവാന്ന് പറഞ്ഞത് അല്ലേ? ഒരിടത്ത് കൊണ്ടുപോകത്തോണ്ടല്ലേ പോകാൻ ഉള്ള കാര്യം പറയാം, നടന്ന സംഭവം പറയാം, അല്ല ചുമ്മാ ഈ കാടടച്ച് പിടി വെക്കില്ല. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളെ ചുമ്മാ ഒരു തുടങ്ങി ഈ കഴിഞ്ഞത്തെ വീഡിയോ ആളുകളല്ലാതെ കോട്ടുമായിട്ടോണ്ടിരിക്കുക. ചേട്ടന് വീഡിയോയ്ക്ക് ഒരു താല്പര്യമില്ലാതെ ചോദിച്ചു. ചേട്ടന് താല്പര്യമൊന്നും ഇല്ലേ? താല്പര്യം കാരണം ചേട്ടൻ ഇവിടെ ചോർന്നു. ഈ വർത്താനം പറയുമ്പോൾ ഈ കോട്ടോടെ ഇത് വരുവാ, പിന്നെ ഞാനെന്ത് ചെയ്യും? പിടിച്ചെടുത്താൻ പറ്റുമോ? ഞങ്ങൾ അങ്ങനെ ഇടുക്കി ജില്ല വിട്ടു. ഞങ്ങൾ എറണാകുളം ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ജില്ലയൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എറണാകുളം ജില്ലയിൽ കണ്ണായ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എറണാകുളം ജില്ലയുടെ കാതലായ സ്ഥലം. എന്തുവാ പറയേണ്ടത്? അതിന് പറയണ വേറെ എന്തെങ്കിലും പറ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ മണ്ഡലത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അല്ലാതെ ആ പാർക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ആളുകളൊക്കെ കുറവായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാം, ചാടി പറയാം, കുത്തി പറയാം. ഇച്ചിരി കഴിയുമ്പോൾ ചേട്ടൻ ഐസ്ക്രീം വാങ്ങിച്ചു തരും, തണുപ്പ് വാങ്ങിച്ചു തരും, ബിരിയാണി വാങ്ങിച്ചു തരും, കുഴിമന്തി വാങ്ങിച്ചു തരും. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ഞങ്ങളൊന്ന് വൈകുന്നേരം ഈവനിങ്ങിൽ ചുമ്മാ ഇറങ്ങിയതാണ്. എന്നും തൊടുപുഴ പാർക്കിൽ പോയി മടുത്ത് കഴിഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഇന്ന് മൂവാറ്റുപുഴ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ പാർക്കിൽ ഞാൻ വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വന്നാട്ടോ. ഈ പാർക്കിൽ ഞാൻ വന്നിട്ടില്ല. ഞാൻ വന്നിട്ടുണ്ട്, വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. തൊടുപുഴ പാർക്കിൽ 1-2 പ്രാവശ്യം പോയിട്ടുള്ളൂ, അല്ലാതെ ഇവിടെ മൂവാറ്റുപുഴ ആദ്യമായിട്ട് വന്നു കേട്ടോ. ഒന്നിവിടെ ഇരുന്നുള്ളൂ, കയറിയിരുന്ന ഒന്നും കണ്ടില്ല. ഇപ്പോൾ ആൻസുകൂട്ടൻ ദാ വളഞ്ഞിരിക്കുന്ന റൈഡറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചെന്തിയെ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം ജിറാഫിൻ്റെ പുറത്തലത്തെ അതേ സാധനത്തിൻ്റെ പേരെന്തുവാ, ദിനോസറിൻ്റെ പുറത്ത് കയറി ആൻസുകൂട്ടൻ ലോകം മൊത്തം സഞ്ചരിച്ചു. അതിനുശേഷം ഇപ്പോൾ ദാ വളഞ്ഞിരിക്കുന്ന സാധനത്തിൽ കൂടി ഇപ്പോൾ ദാ താഴേക്ക് വരുന്നതായിരിക്കാം. വന്നു തുടങ്ങി, ദേ പോരുന്നു. അപ്പോൾ അതേ താഴെ വന്ന് ഇറങ്ങും. ഡിഷും ആ ഒരു നിമിഷം കൊണ്ട് എത്തി. ഇതിനൊന്നും ഒരു മടുപ്പും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എത്ര നേരം വേണേലും കളിച്ചോളും. പിന്നെ ബാസ്കിമോനെ നമ്മൾ കാറിലൊന്ന് കയറ്റി നോക്കി കൊണ്ടുവരാൻ വേണ്ടി. പിന്നെ അവൻ കാറിൽ വന്ന് ശീലമില്ലാത്തത് കൊണ്ടും പിന്നെ ഇത്രയും നേരം അവൻ ഒറ്റയ്ക്ക് വണ്ടിയിൽ ഇരിക്കണം എന്നുള്ളത് കൊണ്ടും പിന്നെ വണ്ടി നിർത്തിയിട്ടൊക്കെ പോകുമ്പോൾ AC ഒന്നും ഇടാൻ പറ്റില്ല, ചൂടായിരിക്കുമല്ലോ. അപ്പോൾ അവൻ അതിനകത്തിരുന്ന് ആവി എടുത്ത് പുഴുങ്ങണ്ട എന്ന് വിചാരിച്ചും നമ്മൾ അവനെ വീട്ടിലിരുത്തിയിട്ട് പോന്നു. ഇനി പതുക്കെ അവനെ വണ്ടിയിലൊക്കെ കൊണ്ടുപോയി ശീലമാക്കിയിട്ട് പതുക്കെ നമുക്ക് അവനെ കൊണ്ട് ലോകം ചുറ്റണം. ഇതാ കയറുന്നു ആൻസുകൂട്ടൻ്റെ എൻജോയ്മെൻറ്റ്. അത് കണ്ടപ്പോൾ എനിക്കും ഒന്ന് ഊർന്നത് കൊള്ളാമെന്നൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച
ചേട്ടൻ മൂവാറ്റുപുഴ ആറ്റിലെ വാട്ടവെള്ളാന്ന് പറഞ്ഞ് പിന്നെ കൊണ്ടുപോയി ഒരു സൈഡ് ഇരിക്കുന്ന. ഞങ്ങൾ പോകുന്ന വഴിത്തേക്ക് ഞങ്ങൾ കുറേ ഐസ്ക്രീം വാങ്ങിച്ച് തിന്നുന്നതായിരിക്കും. ഇന്ന് ഫുൾ ചിലവ് ചേട്ടൻ്റെ വക. ചേട്ടൻ്റെ രാവിലെ കൊള്ളയടിച്ചു കൊള്ള. ചേട്ടൻ്റെ പൈസ മൊത്തം ഞാൻ അടിച്ചു മാറ്റി. രാവിലെ അടിച്ചു മാറ്റി. പേഴ്സിലിരുന്ന പൈസ കൂടാതെ ഫോണിൽ കിടന്നത് മൊത്തം ഞാൻ എൻ്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ട് ഞാൻ നാളെ എൻ്റെ നമ്പർ മാറ്റാൻ പോകും. പിൻ നമ്പർ മാറ്റാൻ പോവാന്ന് പറഞ്ഞു. ചേട്ടൻ പിൻ നമ്പർ മാറ്റിയാൽ എവിടം വരെ മാറ്റും. മാറ്റാൻ പോകും നാളെ കാണാട്ടോ. ശരിയാക്കിട്ടെ കേട്ടോ. എനിക്ക് വയ്യ. പിൻ നമ്പർ മാറ്റിയാലും ചേട്ടന് പിൻ നമ്പർ അടിച്ചു വരണമെങ്കിൽ 2 മണിക്കൂർ പിടിക്കും. ആ നേരം അങ്ങോട്ട് ഞാൻ നോക്കിയിരുന്ന് കണ്ടുപിടിക്കും. ശരിക്കും മാറ്റുമോ? സീരിയസ്ലി കാര്യമായിട്ടൊന്ന് ചോദിച്ചാൽ സത്യം പറയും. എങ്ങനെയുണ്ട് പാർക്കിലെ എക്സ്പീരിയൻസ് ഒക്കെ? അവിടെ തിന്നുന്ന തിരക്കിലാണ്. തിന്നു തീർത്തിട്ട് വേണം ദേ സാധനത്തിൽ പോയിരുന്ന് ലോകം ചുറ്റാൻ. അവനിന്ന് പോണോടം വരെ ദിനോസറിൻ്റെ പുറത്ത് കയറിയിരുന്ന് സമയം കളയാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കണ്ട മൂവാറ്റുപുഴ പാർക്കിൽ ചട്ടിയിൽ നട്ടിരിക്കുന്നതാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോൾ ഒന്നും ഒരു വീട്ടിൽ ഇത് കാണാറില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ കണ്ടപ്പം എല്ലാവരെയും ഒന്ന് കാണിക്കണമെന്ന് തോന്നി. നല്ല രസമില്ലേ കാണാനായിട്ട്? വായിൽ ചുവന്ന പൂ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു കൊക്കിനെ പോലെ ഉണ്ട്. ഇപ്പോൾ ഇതാ മൂവാറ്റുപുഴ വന്നിട്ട് മൂവാറ്റുപുഴയുടെ പുഴ കണ്ടിട്ടില്ല എന്ന് ആരും പറയണ്ട കേട്ടോ. ഇതാ കാണുന്നതാണ് മൂവാറ്റുപുഴ പുഴ. നല്ല കാറ്റും, പുഴയുടെ കരയായതുകൊണ്ട് നല്ല കാറ്റും ഉണ്ട്. കണ്ണിന് തന്നെ ഒരു നീറ്റൽ പോലെ. ഇത് എന്നാ പനയാ ചേട്ടാ? പനകളുടെ നാട്ടിൽ നിന്ന് വന്ന ചേട്ടനെ ഈ പന ഏതാന്ന് അറിയാൻ മേലെ. ആ ഇതാണോ മറ്റേ അടയ്ക്ക വല്ലിരിക്കണ കായ? ഓ കണ്ണ് അങ്ങനെ സൂര്യനടിക്കുക. ചേട്ടൻ എന്തൊരു കണ്ണാ? കണ്ണു വിട്ടു ഞാൻ. നോക്കാൻ പറ്റണില്ലല്ലോ. എൻ്റെ കാഴ്ചക്ക് എന്താ തകരാറ് സംഭവിച്ചു? അത് കടക്കല്ലേ? അത് അടക്കല്ല, കമുകല്ലാതെ അത് പനയാ. ഇതിന്റെ ഇതിന്റെ ഇത് തന്നെ. അതെങ്ങനെ ശരിയാണ്? ഇതിന് ഇത്രയും വണ്ണയില്ലേ? അത് അടക്കല്ലേ? അതെ അപ്പുറത്ത് നോക്കിയ പനയാ. ആ അത് പന. ഇത് അടക്കല്ലേ? അത്ര മണ്ണുണ്ടോ കൗങ്ങിനോ? അല്ല ഇതിന് പാളയില്ല. പാളയില്ലെന്നേ. ഇതുണ്ട് ഇതൊക്കെ. പക്ഷെ അതിന്റെ ഇല രണ്ടല്ലേ നോക്കിയേ. അത് മറ്റേ പനയുടെ. ഞങ്ങൾ പറയുന്നത് ആ പനയുടെ കാര്യം. യക്ഷിപ്പനയാ ചേട്ടാ, യക്ഷിപ്പന, കരിമ്പന. അവിടെ നിന്ന് യക്ഷി ഇറങ്ങി വരും. അവിടെ നിന്ന് യക്ഷി ഇറങ്ങി വന്നു. കരിമ്പന കാണണമെങ്കിൽ പാലക്കാട് പോയാൽ മതി. ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഇതേ ഒരു അപ്പൂപ്പ നീന്തണ്. ഓ പുഴയില് ഇതേ ഒരു അപ്പൂപ്പ നീന്തുന്നുണ്ടോ? ഇത് 2-3 ഏക്കർ ഉണ്ടല്ലേ? ആ എനിക്കറിയില്ല. മക്കാച്ചിയുടെ പുറത്തൊരു മക്കാനിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അടുത്ത മാക്കാൻ വേണമെങ്കിൽ പുറകിൽ പോയി ഇരുന്നോളൂ. ഇരിക്കുന്നുണ്ടോ? മാക്കാച്ചിയുടെ തലയിൽ കയറിയിരിക്കുന്നു മാക്കാൻ. പേര് ആൻസ്. തൊട്ടടുത്ത് കൂണ്. ഇതേ കൂണ് മുളച്ച് വരുന്നുണ്ട്. കൂണിൻ്റെ അടിയിൽ മഴ വരാതിരിക്കാൻ മാക്കാൻ. അതിൻ്റെ അടുത്തിരിക്കുന്ന കല്ല്. ദാ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന 4 കൈകൾ.
വളയിട്ടതും വളയിടാത്തതുമായ കൈകൾ. ഇൻകിലാബ് സിന്ദാബാദ്. അതിൽ നമ്മൾ പോയിട്ടില്ല, ഇന്ന് പോകണം. ആദ്യം മാക്കാൻ്റെ പുറത്തിരിക്കണ അവരെയും പുതിയൊരു തരം പൂവും കായൊക്കെ കാണിച്ചു തരാം കേട്ടോ. പൂ കണ്ടോട്ടോ. ഇതിന് നാഗപടം എന്ന പേര് പറയാൻ കാരണം എന്നറിയാവോ? ഇത് കണ്ട പാമ്പിൻ്റെ പത്തി പോലെയല്ലേ ഇരിക്കണേ, നോക്കിക്കേ. പാമ്പ് പത്തി വിരിക്കുമ്പോൾ ഇരിക്കും പോലെ അല്ലേ? അതായിരിക്കും നാഗലിംഗം എന്നൊക്കെ പറയണത്. ഇതാ ഇതിലൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിന് എന്ത് പേരാണ് പറയണേന്ന് പറയണേ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നാഗലിംഗം എന്നാണ് ഇതിന് പേര് കിട്ടിയത്. ഇത് ഈ ശിവക്ഷേത്രങ്ങളിലൊക്കെയാണ് കൂടുതലും വെച്ച് പിടിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അലങ്കാര ഒരു മരമായിട്ടൊക്കെ. ഇതിൻ്റെ കാ കണ്ടോ? പീരങ്കി ഉണ്ടകൾ പോലെ കാണുന്നത് കൊണ്ട് ക്യാനൺ ബോൾ ട്രീ എന്നും ഇതിനൊരു ഇംഗ്ലീഷിൽ ഇതിന് പേര് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ? റബ്ബറിൻ്റെ ഇല പോലെയുണ്ടോ? അല്ല, ബദാമിൻ്റെ ഇല പോലെയൊക്കെ, റബ്ബർ ഇല പോലെയൊക്കെ. ആ, ബദാമിൻ്റെ ഇല പോലെ, റബ്ബറിൻ്റെ ഇല പോലെ. അപ്പോൾ ദാ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇതിൻ്റെ പൂവൊക്കെ കാണാൻ. ചേട്ടൻ പറഞ്ഞു പേഴുങ്കാ പോലെ ഉണ്ടെന്ന്. ഇത് ഈ മരം നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കലയന്താനി പള്ളി പോയില്ലായിരുന്നു? അതിങ്ങടുത്തേടാ ഇപ്പം ചാടിയത്. കലയന്താനി പള്ളി പോയില്ലായിരുന്നോടാ? അത് അടത്തരുതേ, അവിടെ ഉണ്ടായിരുന്നു ഇത്. ആ ചെറുക്കൻ എൻ്റെ മൂട് ഊരിയെടുത്ത്. ഇതുണ്ടോ? നല്ല ഭംഗിയുണ്ട്. എതളൊക്കെ പോയാലും ഇതേ അത് കളയണ്ട. എതളൊക്കെ പോയാലും ഇതിരിക്കുന്ന കണ്ടോ, ഒരു ഓട്ടയൊക്കെ ആയിട്ട് നമുക്ക് കോർക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഇതൊന്ന് കയ്യിൽ നോക്കിക്കേ. നല്ല മണാന്നാ പറയുന്നത് ഇതിന്. ഇല്ല, പട്ടിയുടെ മേത്തൊക്കെ ഉണ്ടാകുന്ന വ്രണത്തിലൊക്കെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കായ അരച്ച് അതിൻ്റെ പൾപ്പെടുത്ത് തേക്കാൻ കൊള്ളാമെന്ന് ഗൂഗിളിൽ കണ്ടിട്ടോ, എനിക്കറിയില്ല. അപ്പോൾ ദാ ഇവിടെ പാർക്കിൽ കണ്ട ഒരു മരമാണ്. ചോട്ടിക്കടാ. എക്സസൈസ് ടൂൾസ് ഒരുപാട് ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുതിയതായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അപ്പോൾ തൊടുപുഴ മൂവാറ്റുപുഴ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് എല്ലാം താഴെയാണ്. പക്ഷേ ഇങ്ങനെ മുകളിലേക്ക് സ്ഥലമുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. തൊമ്മൻകുത്ത് പോയൊരു പ്രതീതി തൊടുപുഴ പാർക്കിൽ വന്നൊരു പ്രതീതി ഇപ്പം കിട്ടും. അതൊരു തൊടുപുഴക്കാരൻ എന്ന നിലയിൽ അഭിമാന പുരസ്സരം പറയുന്നതല്ലേ? ആ, ഓ കാല് വേനെടുക്കണല്ലോ. എടാ എന്നെ പിടിച്ച് ഉണ്ടല്ലോ, ഞാൻ തന്നെ നടക്കൂലടാ. പരമാവധി നടത്തുക എന്നതാണ് ഇവൻ്റെ ഉദ്ദേശം എന്ന് തോന്നുന്നു. ചാട്ടാ. അപ്പോൾ ദാ ഇവിടെ നിറച്ച് പ്രതിമകൾ ഉണ്ടായിരുന്നതാണ്. നല്ല രസമായിരുന്നു കാണാൻ. സ്റ്റാച്യൂസ്. ആ, ദേ മരം വീണതാണ്, ഒടിഞ്ഞു പോയത്. ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ വന്നപ്പോൾ ആ മരം വാഗമരം നിറച്ച് വാഗപ്പൂവായിട്ട് നിന്നതായിരുന്നു. അതിൽ നിന്ന് വാഗപ്പൂ ചാടിപ്പറിച്ച് ഞങ്ങൾ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുത്തതാണ്. നമ്മളുടെ ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറേ ഉണ്ടായിരുന്നതാണ്. ഇത് ഇവർ നമ്മൾ അടുത്ത ട്രീ ഹൗസിലേക്ക് കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ കയറ, ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കാം. ഇത് കോൺക്രീറ്റാ, ഇതെല്ലാം കോൺക്രീറ്റാ. ഇതിൻ്റെ തൂണും കോൺക്രീറ്റാ. അതുകൊണ്ട് ഉരുണ്ട് വീഴുന്നുള്ള പേടി വേണ്ട. തൊമ്മൻകുത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ നല്ലതായിരുന്നു. അത് തടിയായിരുന്നു, ഒറിജിനൽ ട്രീ ഹൗസ് ആയിരുന്നു. ഏറുമാടം.
ഏതാ നമ്മളാ പോയി കിടന്നല്ലേ? അതല്ല, ഇതുപോലെ വലിയൊരു മരത്തേടയ്ക്ക് കോണിയായിട്ട് പണ്ടുണ്ടായിരുന്നു. ശരിക്കൊരു വനത്തിൽ വന്ന പ്രതീതി ഇങ്ങനെ നോക്കുമ്പോൾ. വള്ളിക്കാടും അല്ലേ, മരങ്ങളും. അത് ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. മരങ്ങളുണ്ട് കേട്ടോ. സമൂഹത്തിന് ഉച്ച സമയത്തൊക്കെ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് കിട്ടില്ല, ഡെയിലി അടിക്കില്ല, ചൂട് പറ്റില്ല. ഇവിടെ ഇപ്പോഴും വേർത്തു, ഞാൻ വേർത്തു. ഇതേ ഫ്ലാറ്റ് കാണാൻ നോക്കിയേക്കേ, ഇതേ കാണുന്നത്. സാധിക രമ്യ അല്ലടാ, ഇവിടെ വരുന്ന ഫ്രണ്ട്സൊക്കെ എഴുതി വെക്കുന്നതല്ലേ. ഇതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിരിക്കുന്നു. ഹലോ, അപ്പോൾ ആൻസുകുട്ടൻ എന്താ ആനപ്പുറത്തിരിക്കുന്നത് പോലെ കല്ലും കൂട്ടത്തിലിരിക്കുന്നു. പതുക്കെ ഇറങ്ങി വന്നേ, ഒന്ന് നോക്കട്ടെ ഇറങ്ങി വരാനെങ്കിൽ അറിയാവോന്ന്. താഴെ എങ്ങാനും വീണ ആൻസ് കുത്തുന്നോ? ഓ എൻ്റെ പൊന്നോ. പിന്നെ നമ്മൾ മൂവാറ്റുപുഴ പാർക്കിൽ വന്നിട്ട് നേരെ താഴേക്ക് കുത്തനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മളിവിടെ വന്ന എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് യൂട്യൂബിൽ കാണുമായിരിക്കും. എന്നാ വന്നേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 വർഷം മുൻപായിരുന്നു നമ്മളിവിടെ വന്നത്. ഒന്ന് പിടിക്കാവോ? എന്നെ മുകളിലേക്ക് പൊക്ക. അങ്ങനെയല്ലടാ, നോക്കി ഇറങ്ങിയില്ലെങ്കിൽ താഴെ കിടക്കും, ഉരുണ്ടങ്ങ് പോകും. വേണ്ട, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം, അതാ എൻ്റെ സേഫ്റ്റിക്ക് നല്ലത്. ഇവനെങ്ങാനും ഉരുണ്ട് പോയാൽ കൂടെ ഞാനും പോലെ. എനിക്ക് ഒന്നാമത്തെ കാര്യം, പോടാ, ഒരു ചേട്ടൻ പോണോക്കെ. തെന്നി പോയിട്ടുണ്ടെങ്കിൽ കാലൊടിയൂല. ആ, കരിങ്കല്ല് ചിലപ്പോൾ തെന്നിയേക്കാം. പതുക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തെന്നൂലല്ലോ. തെന്നൂലേ? എന്നാൽ ചേട്ടന് ഞാൻ തെന്നി മേടിക്കട്ടെ, ഒറ്റ ഒന്ന് തരും. ബുദ്ധിമുട്ടുണ്ടോ? എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധി ഉണ്ടെങ്കിലല്ലേ മൂട്ടുണ്ടാവുള്ളൂ. ഇതെന്നാ സാധന ചേട്ടാ? നല്ല രസം കാണാനായാലോ. എന്തോ എന്തോ. ആ അതെ, അതിന് കളറ് വെച്ചതാ. ദേ വെള്ള, അത് കാണാൻ നല്ല രസമുണ്ടല്ലേടാ. മറ്റേ പനയുടെ ചെറുത്. ചേട്ടൻ വന്നപ്പോൾ തൊട്ട് പറയണതാണല്ലോ തൊടുപുഴന്ന്. അങ്ങ് നോക്ക, പനയുടെ പോലത്തെ പൂവാ. തൊടുപുഴയിൽ ഇതിൻ്റെ ഒരു അംശം പോലും ഇല്ല. റൈഡിങ്, പിള്ളേർക്ക് കളിക്കാൻ. അതൊരുപാട് പേര് വരുന്നോണ്ട് ചേട്ടന് തോന്നുന്നതല്ലേ, ഇവിടെ അധികം പേര് ഇല്ലാത്തത് കൊണ്ടല്ലേ. പക്ഷെ ഇഷ്ടംപോലെ പിള്ളേരല്ലേ, നോക്കിക്കേ. ഇനി എവിടെയെങ്കിലും സീറ്റ് ഉണ്ടോ നോക്കാം. അവിടെ ഒരു ഉമ്മ കിടന്നുറങ്ങുക. ഇപ്പം എന്താണേലും ചുമ്മാ നോക്കാം. ആരും ഇങ്ങനെ നിൽക്കത്തില്ല ഒരിടത്ത്, പിള്ളേർ ഓടണോണ്ട്. ഉറങ്ങിപ്പോയി. നിറച്ച് പിള്ളേരായിട്ടോ, നിറച്ച് ആളുകളായി. ഈവനിങ് ആയില്ലേ. വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ 20 രൂപ കൊടുത്തൊരു ടൂറ്.
ദാറ്റ് ഈസ് ദ റീസൺ ഫോർ തൊടുപുഴ എത്രയാണ് ഫീസ്? തൊടുപുഴ 10. നമ്മളിരുന്ന കസേരയിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? എന്നാ വാ. അപ്പോൾ നമ്മൾ പാർക്കിൽ നിന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും ഒരു ഐസ്ക്രീം കൂടി വാങ്ങിച്ചു തന്നിട്ടുണ്ട് ചേട്ടൻ. ജീവിതത്തിൽ ആദ്യമായിട്ട് എത്ര ഐസ്ക്രീം വാങ്ങിയിട്ട് മിണ്ടാതിരിക്കണം. അല്ലെങ്കിൽ വഴക്ക് പറയാറുണ്ടല്ലോ, വാങ്ങണ്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ബിജുമേനോനും സംയുക്ത വർമ്മയും പോവാണ്. വാ. അങ്ങനെ സന്ധ്യയായി. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വന്ന വഴി കൂടെ അല്ലേ പോകുന്നത്, വേറെ വഴിയിൽ കൂടെയാണ് പോകുന്നത്. കാരണം നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ തിന്നു കൊടുക്കാം ഐസ്ക്രീമിൻ്റെ കൂടെ. നാളത്തേക്ക് കറി വെക്കാനൊന്നുമില്ല സുഹൃത്തുക്കളെ. കുറച്ച് പച്ചക്കറി വാങ്ങിച്ചോണ്ട് പോകണം. അൻസൂട്ടം തിന്നോടാ. ഇപ്പൊ മൊത്തം ഇരുട്ടാണല്ലോ. അങ്ങനെയൊക്കെ ആണെന്നല്ലേ. കാണാവോ? ഓ, ഇതിൽ ഇരിക്കത്തില്ല ചേട്ടാ. ചേട്ടൻ നോക്കിയതാണോ? നിൽക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് റോഡുകളൊക്കെ കണ്ട് കണ്ട് നമുക്ക് പോകാം. ഇതാടാ അതിനില്ലാത്ത ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒറ്റ സ്ക്രീനില്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വീട്ടിലേക്ക് ഇനി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് പോകാന്നാ പറഞ്ഞത്. കാരണം രാവിലെ ഞാൻ 2 നാടി ചോറ് വെച്ചെങ്കിലും അതെല്ലാവരും കഴിച്ചപ്പോഴത്തേക്കും ബാസ്കിമോനും എല്ലാവരും കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചോറ് തീർന്നു പോയി. ഇനി പോയിട്ട് വേവിച്ചിട്ട് കഴിക്കാൻ ഈ സമയമില്ലാത്തതിനാൽ ചേട്ടൻ പറഞ്ഞു പുറത്തുനിന്ന് കഴിക്കാനാണ്. എനിക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, കഴിച്ചില്ലാലും വേണ്ടില്ല. വീട്ടിൽ ചെല്ലുക, ഒന്ന് കിടക്കുക, ഉറങ്ങുക. ചോറ് വെക്കണല്ലേ നാളത്തേക്ക്. അങ്ങനെ നമ്മൾ ഇന്ന് മുതൽ പുട്ടും പഴവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പഴക്കുലയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ പഴം തീരുന്നവരെ നമുക്ക് പുട്ടും പഴവും ഉപ്പുമാവും പഴവും ചിരട്ടപ്പുട്ടും പഴവും ഗോതമ്പ് പുട്ടും പഴവും അല്ലാത്ത പിന്നിൽ നിന്ന് കുത്തി മറിച്ചിടുന്ന പുട്ടും പഴവും. ചേട്ടാ പിന്നിൽ നിന്ന് കുത്തി മറിക്കണ പുട്ടില്ലേ, കുമ്പത്തി പുഴുങ്ങണത്, അതിന് വേറൊരു നാട്ടിൽ പറയണ എന്നാന്നറിയോ? ചിരിച്ച് മെനകെടും. കമ്പന്തൂറി. കമ്പന്തൂറി ആ ഏതോ നാട്ടിൽ അങ്ങനെ പറയണത് പുട്ടിന്. അപ്പൊ ഇവിടെ ഏതാ സ്ഥലം പോലും? നിർമ്മല കോളേജ് കഴിഞ്ഞാ? സിലോപ്പിയക്ക് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. നന്നാക്കി തരുമായിരുന്നെങ്കിൽ 1 കിലോ വാങ്ങിയിരുന്നെങ്കിൽ ഫ്രൈ ചെയ്യാമായിരുന്നു. അമ്പലത്തിലെ ഉത്സവമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഈ ഇലൂമിനേഷൻ ബൾബുകൾ ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടിരിക്കുന്നത്. കണ്ടാൽ ഇങ്ങനെ വലിച്ചു വലിച്ചു കെട്ടിയിരിക്കുന്ന നോക്കും. ശ്രീ വരാഹസ്വാമി ക്ഷേത്രം ആണോ? എനിക്കറിയില്ല കേട്ടോ. ഹോട്ടൽ സഫ. സഫ ആനിക്കാട് എത്തിയിരിക്കുകയാണ്. ആൻസ, എങ്ങനെ ഉണ്ടായിരുന്നു പാർക്കിൽ വന്നത്? ആൻസൂട്ട് ഹാപ്പി ആയിരുന്നു. പേരൊക്കെ എന്തായിരുന്നു അവരുടെ? ഡെന്നി. ആ, അർഫാൻ.
പോയാൽ 74 കിലോമീറ്റർ പോവുകയാണെങ്കിൽ നമുക്ക് ഇടുക്കി ഡാം കാണാം. സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ആനിക്കാട്. അവിടെ നിറച്ച ആൾക്കാരുണ്ട്. കല്യാണ ഫംഗ്ഷനാന്ന് തോന്നുന്നു. അവിടെ ഹോട്ടലുണ്ടായിരുന്നോ? വെജിറ്റേറിയനാ? നല്ലതാണെങ്കി പിന്നെ നിർത്തണ എന്തിനാ? ഞാൻ കഴിച്ചിട്ടുള്ള 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. രാവിലെ പിന്നെ മസാല ദോശയാ ചേട്ടൻ എന്നെ കഴിച്ചിട്ടുള്ള? മസാല ദോശ അതൊക്കെ ഇതുണ്ട്. നെയ് റോസ്റ്റ് ഉണ്ട്. നെയ് റോസ്റ്റ് ഒക്കെ തൊപ്പി കണക്കാ ബാക്കി തന്നെ. നല്ല നല്ല മസാല ദോശക്കാൾ നല്ലതാണ് നെയ് റോസ്റ്റാ. അന്നേരം അതിന്റെ ഉള്ളിൽ വെക്കണ കിഴങ്ങേറി കിട്ടില്ല. അല്ല അത് വേണ്ട. നല്ല ചമ്മന്തി ചെയ്ത് തരും. അതെനിക്ക് ഇഷ്ടമല്ല. ഇല്ലെങ്കിൽ പിന്നെ ഇതുണ്ട് ഈ പിന്നെ സാമ്പാർ, ചട്നി, തേങ്ങാ ചട്നി. അല്ല പിന്നെ പൂരിയുണ്ട്. പൂരി വലിയ പൂരിയാ. എനിക്ക് മസാല ദോശക്കകത്തിരിക്കുന്ന കറിയാ എനിക്കിഷ്ടം. ചേട്ടൻ ശ്രീവിനായകയിലെ പൊടി മസാല കഴിച്ചിട്ടില്ലല്ലോ? മസാല ദോശക്കകത്ത് ചമ്മന്തിപ്പൊടി ഇട്ടല്ല സൂപ്പറാ. ഒരു ദിവസം നമുക്ക് വാങ്ങാട്ടോ. തൊടുപുഴ നമ്മളീ പോണ വഴിക്കാ മസാല ദോശ. അതാണോ കഴിക്കണേ? പപ്പ പറഞ്ഞപ്പോഴോ? ഹോട്ടൽ ഹൈവേ കിച്ചൺ ഹോട്ടൽ 2 വിനായകയുണ്ട്. ഹോട്ടൽ ശ്രീവിനായക. പിന്നെ അപ്പുറത്തും ഉണ്ടല്ലോ ഒരെണ്ണം. മറ്റേ ചാഴികാട്ടിലേക്ക് കയറുന്ന വഴിക്കൊരു. അതെ, അവിടത്തെ ആണോ ഇവിടത്തെ ആണോന്ന് അറിയത്തില്ല. സുമാറ്റോയിൽ കിട്ടുന്ന ശ്രീവിനായകയാന്ന് തോന്നണേ. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണിക്കുട്ടനെ എടുക്കാൻ പോയില്ലേ അങ്കമാലിക്ക്? അന്ന് രാവിലെ അവിടെ വന്ന് കഴിച്ചത്. ചാഴികാട്ട്. ചാഴികാട്ടിലേക്ക് കയറുമ്പോ വലതുവശത്ത് 2 ഉണ്ട്. എനിക്ക് ഇവിടെ ഉണ്ട് ഒരു ശ്രീവിനായക. പൊടി മസാല ദോശയുണ്ട്. ശ്രീവിനായകയുടെ സ്പെഷ്യലാ. 119 രൂപയാ. 119 രൂപയാ ഒരെണ്ണത്തിന്. തീരുമല്ലോ. ഞാൻ തന്നെ തിന്നും. കൂടെ 2 വടയും തിന്നും. ഇവിടെ വീഡിയോ പിടിച്ചോണ്ടുമ്പോഴാ അവന്റെ കടയിലെ പേര് പറയുന്നത്. വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ആണത്. പെട്രോൾ പമ്പ് ഭാരത് പെട്രോളിയം. ഭാരത് മഹാൻ കി ജയ്. പൈനാപ്പിൾ സിറ്റി. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ചേട്ടാ എന്നെ ഒന്ന് ഊട്ടിക്ക് കൊണ്ടുപോവോ? ഈ കാറല്ലേ ചോദിച്ചതാ. ഊട്ടിയില്ല, അല്ലാണ്ട് വേറെ എല്ലായിടത്ത് ഊട്ടി കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? ഊട്ടി പോണത് റോട്ടി കട. കുളു മണാലി ഡൽഹി കഴിഞ്ഞല്ലടാ. കുളു മണാലി ഫാമിലി പാക്കപ്പ് ഒക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. നല്ലൊരു തട്ടുകടയാണ്. ബിസ്മി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. അത് ഈവനിങ്ങിലാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണെങ്കിലും അടിപൊളി ഫുഡാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു കടയാണ്. നിറച്ച
നിറച്ച് നിറയെ ആള് കയറുന്ന ചെറിയൊരു കടയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ്. നമ്മളങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ. അയ്യോ ഇവിടെ ഒന്നും കാണാൻ മേലല്ലോടാവേ. കൂട്ടുകാരെ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ കടയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ചേട്ടൻ കടയടയ്ക്കാനായിട്ട് പോയി. നമ്മളിപ്പോൾ കരിമണ്ണൂരെത്തി. അങ്ങനെ നടുവേദനയുള്ള ചേട്ടനെ ഒക്കെ എടുത്തുകൊണ്ട് കുഴമ്പൊക്കെ ഇട്ട് എല്ലാം കണ്ട് ശരിയാക്കി നമ്മൾ ആരിസ് കൂട്ടരെ പാർക്കിൽ വന്നു കൊണ്ടുപോയി. ഞാൻ പുതിയ പാട്ട് പഠിച്ചിട്ടുണ്ട്. പാടാൻ പോണ പച്ച പരിഷ്കാരി, പച്ച മലയാളി, പുസ മുതലാളി, മദ്യം മധുരാസി, അയെടുത്താൽ വയാടി, വാക്കെടുത്താൽ വാക്കത്തി, പോരെടുത്ത പോരാടി, തൊക്കെടുത്ത ചിക്കത്ത മച്ചിക്ക സിംഗം, സിംഗം, അച്ചക്കത്ത സിംഗം, മത്തിക്ക സിംഗം, യവനാണ് സിംഗം. എന്നാന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് എടാ അത് പാടിക്കൊണ്ടല്ല സമയം പോടാ. സിംഗം സിംഗളതാ വരും. സിംഗം സിംഗള മലയാളി പുസപ്പൂവായടി, സീറ്റടിച്ചിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി, തീ പിടിച്ചെന്റെ മുട്ടിലെന്നൊരു നേരമില്ല വാത്തിരി, കാറ്റടിച്ചപ്പോ കാട്ടുതീ കമ്പിത്തിരില്ലാത്തിരി, തീ പിടിച്ചെന്റെ മുട്ടിലെന്നൊരു ഉല്ലാസ പൂത്തിരി, പച്ച പരിഷ്കാരി, പച്ച മലയാളി, പൂസ മുതലാളി, മദ്യം മതിരാസി, എടുത്താൽ വയാടി, വാക്കെടുത്താൽ വാക്കത്തി, ഓരെടുത്താൽ പോരാടി, ഭയങ്കര വിഷമ. പിന്നെ അപ്പൊ നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുമെന്ന് അറിയാം, എന്നാലും ചുമ്മാ അങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഈസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ ബൈ.